പ്രിയദർശിനി ബസ്സിന് വരുന്ന ആണുങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ബുക്ക് കൊടുക്കാൻ പോകും. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മൾ ഫ്രീ ആയിട്ട് ആണുങ്ങൾക്കെല്ലാം ആരും ചില ആൾക്കാരില്ലേ ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഒന്നും. അപ്പൊ എന്നെ അറിയാത്തവർക്കും എനിക്കറിയാത്തവർക്കും എന്റെ പിറകിൽ സ്ത്രീകൾക്ക് എന്തായാലും സൗജന്യ യാത്ര കൊടുത്തല്ലോ അവര്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളിപ്പോ നമുക്ക് കാണുന്ന ആൾക്കാർക്കെല്ലാം ഫ്രീ ആയിട്ട് ബുക്ക് കൊടുക്കുകയാണ്. KSRTCയിൽ ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര കൊടുക്കുന്നു. അത് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. കാരണം നഷ്ടത്തിലോടുന്ന ഒരു സ്ഥാപനമാണ്. നഷ്ടത്തിലോടുന്ന ഒരു സ്ഥാപനം വീണ്ടും അതിനെ നഷ്ടത്തിലേക്ക് കുത്തിക്കുന്നതിന് അല്ല, താല്പര്യമില്ല. ഞാൻ വേറെ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് തന്നെ അതൊരു തൊല്ലയായിട്ട് മാറും. പിന്നെ തീർച്ചയായിട്ടും ഈ വിലക്കയറ്റം ഒന്നാതെ തന്നെ ജനങ്ങൾക്ക് ഈ താങ്ങാൻ പറ്റില്ല. വീഡിയോ എന്തായാലും നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ എന്തായാലും VD സതീശൻ സാർ എന്തായാലും ഈ വീഡിയോ കാണുന്നതായിരിക്കും. അപ്പം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് എന്താ പറയാനുള്ളത്? മുഖ്യമന്ത്രിയോട് പറയാനുള്ള ഇത് നഷ്ടത്തിലോടുന്ന സ്ഥാപനമായിരുന്നു, ഇങ്ങനെ വിടേണ്ട കാര്യമില്ലായിരുന്നു ആ. എന്നാണ് എന്റെ അഭിപ്രായം. പ്രായമായവർക്ക് ആണായാലും പെണ്ണായാലും അവർക്കൊരു സൗജന്യ ഇളവ് നല്ലതാണ്. സ്ത്രീകൾക്ക് മാത്രമായിട്ട് കൊടുത്തൊരു എന്നോട് യോജിപ്പില്ല. അപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇതിന് എന്തെങ്കിലും ഒരു പോംവഴിയും കൂടെ ഉണ്ടാക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഒരു ബുക്ക് തരാം. അപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്നത് രേഖാക്ക് എഴുതിയ അങ്കമാലിയിലെ മാങ്ങാക്കറിയും വില്ലുവണ്ടിയും മറ്റു കഥകളും എന്നുള്ളൊരു ബുക്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ചേട്ടാ ഈ ബുക്ക്. അപ്പൊ നമ്മുടെ ഈ ബുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത നമ്മുടെ ബുക്ക് ചലഞ്ചിനെ സപ്പോർട്ട് ചെയ്ത ഒരു ഫ്രണ്ടാണ്. അപ്പൊ ആ പുള്ളിക്ക് ഒരു ഹായ് കൊടുക്കാവോ? ഹായ്. അപ്പോ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ബുക്ക് കിട്ടിയ ഹാപ്പി സന്തോഷം. വായിക്കാൻ എന്തായാലും വായിക്കണം കേട്ടോ. തീർച്ചയായിട്ടും.